ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് വറുത്തെടുക്കണം. ഉഴുന്നിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവുന്ന വരെ വറുത്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 4 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തത്, അതുപോലെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ നൈസായിട്ട് അരിഞ്ഞത്, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് എടുക്കുന്ന പച്ചമുളകായാലും അതുപോലെ സവാള ആയാലും ഒക്കെ നന്നായിട്ട് പൊടിയായിട്ട് വേണം നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അതെല്ലാം നന്നായി വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ നാളികേരത്തിൻ്റെ ആ ഒരു വെള്ളനനവൊക്കെ പോയി ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് മൂപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. നാളികേരമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1/4 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കട്ടയൊന്നും ഇല്ലാതെ വേണം നമ്മൾ ബാറ്റർ റെഡിയാക്കി എടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഒത്തിരി വെള്ളം കൂടാൻ പാടില്ല. അപ്പോൾ കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇതാ നമ്മുടെ ബാറ്റർ കട്ടയൊന്നുമില്ലാതെ ഈ ഒരു പരുവത്തിൽ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള നാളികേരമൊക്കെ വറുത്തിട്ടുള്ളത് മുഴുവനായിട്ടും ആ മസാല മുഴുവനായിട്ടും ഈ ബാറ്ററിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മസാല ചേർത്ത് ഇളക്കുമ്പോൾ തന്നെ അത് ബാറ്റർ ഭയങ്കര തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ 1 കപ്പ് വെള്ളമല്ലേ നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അതിൽ ബാക്കി ഒരു 1/4 കപ്പ് കൂടി വെള്ളമുണ്ട്. അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാൾ നല്ല ടേസ്റ്റിയാണ്. നമുക്കിതിന് വേറെ കറികളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മൾ ഇതിലെ പച്ചമുളകും അതുപോലെ സവാളയൊക്കെ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വെറുതെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഒരു തവി മാവെടുത്ത് നന്നായി ഇളക്കിയിട്ട് വേണം മാവെടുക്കാനായിട്ട്. അങ്ങനെ ഒരു തവി മാവെടുത്ത് ചെറുതായി ഒന്ന് പരത്തി കൊടുക്കാം. കുറച്ച് കനം കുറച്ചിട്ട്, ഒത്തിരി കട്ടിക്കല്ല, കുറച്ച് കനം കുറച്ചിട്ട് വേണം ഈ ഒരു ദോശ പരത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മുകൾ ഭാഗത്ത് ചേഞ്ച് ആയിട്ട് കുക്കായി വന്ന് തുടങ്ങുന്ന സമയത്ത് അതിന് മുകളിലും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് 2 സൈഡും നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ദോശ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ വെറും ഗോതമ്പ് ദോശ ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ടേസ്റ്റിയാണിത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.